Hello students, welcome back to our channel. So in this video, we are going to study about Dijkstra algorithm. കഴിഞ്ഞ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് നമുക്കങ്ങനെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല. ഞാൻ നല്ല തിരക്കിലായിരുന്നു. അപ്പോൾ ഇനിയുള്ള എല്ലാ ആഴ്ചകളിലും നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡിജിക്സ്ട്ര അൽഗോരിതം എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ്, പിന്നെ അതിൻ്റെ ഡ്രോബാക്സും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാവും, പിന്നെ ആപ്ലിക്കേഷൻസ്, പിന്നെ ഒരു എക്സാമ്പിൾ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഡിജിക്സ്ട്ര അൽഗോരിതം എന്ന് പറയുന്നത്? അതൊരു സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലമാണ്. സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം. ഇനി ഇത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും കേട്ടോ. അധികം നമുക്ക് വലിച്ചു നീട്ടാതെ ഒരു എക്സാമ്പിളിലേക്ക് പോകാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അധികം വലിച്ചു നീട്ടാതെ നമുക്ക് പെട്ടെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വരയ്ക്കണം. ഞാനത് വരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഇതെന്ത് ടൈപ്പ് ഗ്രാഫ് എന്നറിയുമോ? അതായത് ഈ ഒരു ടൈപ്പ് ഗ്രാഫിനെയാണ് ഡയറക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. കാരണം എന്താണ്, അതിനൊരു ഡയറക്ഷൻസ് ഉണ്ട്. ഇനി ഈ ഒരു ഗ്രാഫിൽ നമുക്ക് കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്കൊരു ടേബിൾ മെത്തേഡിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കാവേ. അപ്പോൾ ഒരു ടേബിൾ നമുക്കിവിടെ വരയ്ക്കുന്നുണ്ട്. ഒരു എ, ബി, സി, ഡി ആൻഡ് ഇ. കാരണം എന്താണ്, അത്രയും ലെറ്റേഴ്സാണ് ഇവിടെ ഒരു എക്സാമ്പിളിൽ നമുക്ക് തന്നേക്കുന്നത്. സോ ഇതൊരു ടേബിൾ പോലെ നമുക്ക് വരയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ സോഴ്സായിട്ട് നിങ്ങൾക്ക് ഏതാണോ എടുക്കേണ്ടത് അതായിരിക്കണം ആദ്യമേ വരേണ്ടത്. അതായത് ആ ടേബിളിനകത്ത് ആദ്യമേ എ കിടപ്പില്ലേ, അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സോഴ്സായിട്ട് ഏതാണോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ആ ഒരു ലെറ്റർ ആയിരിക്കണം ആദ്യമേ വരേണ്ടത് കേട്ടോ. ഇവിടെ ഞാൻ സോഴ്സായിട്ട് എടുക്കുന്നത് എ ആണ്. ആൽഫബറ്റ് എ ആണ് സോഴ്സായിട്ട് എടുക്കുന്നത്. എ ടു എ എന്ന് പറയുന്നത് 0 ആണ്. ബാക്കിയുള്ള വെർട്ടീസസിൻ്റെ വാല്യൂ ഒന്നും നമുക്കറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇൻഫിനിറ്റി എന്ന് കൊടുക്കും കേട്ടോ. ഇനി ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ് വന്നേക്കുന്നത്? എയിൽ താഴെയുള്ള 0 ആണ്. സോ ആ ഒരു എ എന്ന് പറയുന്നത് നമ്മളിതാ അങ്ങോട്ട് എടുത്തെഴുതാം. ടേബിളിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമ്മൾ എടുത്തെഴുതും. ഇനി നോക്കേണ്ടത് എയിൽ നിന്നും ഏതൊക്കെ വെർട്ടീസസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? എ ടു ബി ഉണ്ട്, എ ടു സി ഉണ്ട്. അത് രണ്ടുമല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എ ടു ബി എന്ന് പറയുന്നത് എന്താണ്? 10 ആണ്. അത് ബിയുടെ താഴെ എഴുതി. എ ടു സി എന്ന് പറയുന്നത് 5 ആണ്. അത് സിയുടെ താഴെ എഴുതി. ബാക്കിയുള്ളത് ഇൻഫിനിറ്റി ആണല്ലേ, അതെന്താ അതേപോലെ എടുത്ത് എഴുതി കേട്ടോ. ഇനി ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്? സിയുടെ താഴെയുള്ള 5 ആണ്. അപ്പോൾ എയുടെ താഴത്തേക്ക് നമ്മൾ സീനെ എടുത്ത് എഴുതി. ഇനി നോക്കേണ്ടത് ഏതാണ്? സി, എ എന്നൊക്കെ വെർട്ടീസസുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ്. അപ്പോൾ സിയുടെ വെർട്ടീസസിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്? 5 ആണ്. അത് അവിടെ എടുത്തെഴുതി. കാരണം എന്താണ്, 10, 5. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? 5. സോ അതായിരിക്കും എന്ത്, സിയുടെ ആ ഒരു വെർട്ടീസസിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ അങ്ങോട്ട് എടുത്തെഴുതി. പിന്നെ സി ടു ഇ കണക്റ്റഡ് ആണ്, സി ടു ഡി കണക്റ്റഡ് ആണ്, സി ടു ബിയും കണക്റ്റഡ് ആണ്. ഫസ്റ്റ് സി ടു ഇ എത്രയാണ്? 5 + 2 ദാറ്റ് ഈസ് 7. അതായിരിക്കും ഇയുടെ താഴെ എഴുതേണ്ട വാല്യൂ. അതൊരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ സി ടു ബി എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. 5 + 3 ദാറ്റ് ഈസ് 8. ദെൻ സി ടു ഡി എത്രയാണ്? അത് 9 ആണ് ആ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 5 + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 14. ഡിയുടെ താഴത്തേക്ക് എടുത്തെഴുതി. മനസ്സിലായോ? അപ്പോൾ ഇനി ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്? 7 ആണ്. അത് 7 വന്നേക്കുന്നത് ഇയുടെ ഡിയിലാണ്. അപ്പോൾ ഇ അങ്ങോട്ട് എടുത്തെഴുതി കേട്ടോ. ഇനി ഈ ഏതൊക്കെ വെർട്ടീസസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? സി ടു എ എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ്. പക്ഷെ നമ്മളത് എടുക്കേണ്ട. കാരണം എന്താണ്, എ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്? സി ടു ഡി ആണ്. അപ്പോൾ ഇപ്പം നമ്മുടെ സിയുടെ വാല്യൂ എത്രയാണ് വന്നേക്കുന്നത്? 7 ആണ്. കാരണം എന്താണ്, മിനിമം വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അത് അതിൻ്റെ താഴത്തേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ 7 + 6 എത്രയാണ്? 13 ആണ്. ഇ ടു ഡി എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്? 13 ആണ്. അത് ഡിയുടെ താഴെ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? അതവിടെ തീർന്നു കേട്ടോ. എ ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ നമ്മളത് എടുക്കില്ല. കാരണം ഓൾറെഡി നമ്മൾ എ എന്ന് പറയുന്നത് എടുത്തിട്ടുണ്ട്. പിന്നെന്താ, ആ 8 താഴത്തേക്ക് അതേപോലെ തന്നെ എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേതാണ് ഏറ്റവും ചെറുത്? 8 ആണല്ലേ. 8 വന്നേക്കുന്ന ആരുടെ താഴെയാണ്? ബിയുടെ താഴെയാണ്. സോ ബി നമ്മൾ അങ്ങോട്ട് എടുത്ത് എഴുതി. ഇനി ബി ആരൊക്കെയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഡി ആയിട്ട് മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ബിയുടെ വാല്യൂ എന്താണ്? 8 ആണ്.
കാരണം എന്താ ഇപ്പറേ ആ താഴത്തെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 8 ആയിരുന്നു. ആ 8 + 1 ദാറ്റ് ഈസ് 9. ഡിയുടെ താഴെ നമ്മൾ എന്ത് ചെയ്തു 9 എന്ന് എഴുതി കേട്ടോ. ഇനിയിപ്പോൾ എ ടു ഡി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 9 ആയിരിക്കും കേട്ടോ. മനസ്സിലായോ? ഡിയുടെ താഴെ ഏതാണ് വന്നിരിക്കുന്നത്? 9 ആണ്. സോ എ ടു ഡി എന്ന് പറയുന്നത് 9 ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് ഒന്ന് നോക്കാം. സപ്പോസ് എ ടു ഡിയുടെ ഷോർട്ടസ്റ്റ് പാത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ലാസ്റ്റ് ഉള്ളൊരു 9 ഉണ്ടല്ലോ. 9 എന്ന് പറയുന്നത് ഏതിൻ്റെ ഡിയുടെ താഴെയല്ലേ വന്നേക്കുന്നത്. അപ്പം ഡി ആദ്യം എടുത്ത് എഴുതുന്നുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് നോക്കി അതിൽ മിനിമം വാല്യൂ 8 ആൻഡ് 13 ആണ്. ഇനി 8 എവിടെയാണ് വന്നേക്കുന്നത്? ബിയുടെ താഴെയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ബി എടുത്ത് അങ്ങോട്ട് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ എന്താണ്? രണ്ടിടത്തും 8 വന്നേക്കാണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ റോയെ വേണ്ടാന്ന് വെക്കണം. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള റോയിൽ എന്താണ് കിടക്കുന്നത്? 10 ഉണ്ട്, 5 ഉണ്ട്. അതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ളത് 5 ആണ്. നമ്മളത് ഓൾറെഡി എടുത്തെഴുതിയായിരുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? സി എടുത്തെഴുതി. പിന്നെ ഉള്ളത് ഏതാണ്? എ ആണ്. അപ്പോൾ അതും എടുത്തെഴുതി. അപ്പോൾ ഏതായിരിക്കും? ഡി, ബി, സി, എ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതാം കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് GPS ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റത്തിലാണ് കേട്ടോ. അപ്പോൾ GPS ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ് ഇതിൻ്റെ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, ഒരുപാട് ടൈം എടുക്കുന്നൊരു അൽഗോരിതമാണ്. പിന്നെ എന്താണ്? സെക്കൻഡ് വൺ ഈസ് റിക്വേഴ്സ് എ കംപ്ലീറ്റ് ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ, ഒരു കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇതിന് ആവശ്യമാണ്. ഇനി ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ രണ്ടെണ്ണമാണ് നോക്കുന്നുള്ളൂ കേട്ടോ. സോ ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. അതെന്താ ഞാനിവിടെ എഴുതാം കേട്ടോ. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ജിയോഗ്രഫിക്കൽ മാപ്സിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയായിരിക്കും യൂസ് ചെയ്യുന്നത്? ആംബുലൻസ് സിസ്റ്റം. ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ യൂസ് ചെയ്യുന്ന AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പിന്നെ എവിടെയാണ്? ബെൽമാൻ ഫോർഡ് അൽഗോരിതം, അവിടെയും ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിജിസ്ട്രാ അൽഗോരിതത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഒരു ഫോർമുല കൂടിയുണ്ട്, ഞാനത് വിട്ടുപോയതായിരുന്നു, അതുകൂടി പറയാം കേട്ടോ. ഡി ഓഫ് യു ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഓഫ് യു. യു എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. പ്ലസ് കോസ്റ്റ് ഓഫ് യു വി ലെസ് ദാൻ ഡി ഓഫ് വി, ഡിസ്റ്റൻസ് ഓഫ് വി. ഇതൊരു ഫോർമുലയാണ്, അത് ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ഓഫ് വി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഓഫ് യു പ്ലസ് കോസ്റ്റ് ഓഫ് യു വി. ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു സപ്പോസ് നമ്മൾ സോഴ്സ് ആയിട്ട് ഇവിടെ എടുത്തേക്കുന്നത് സി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സിയുടെ കോസ്റ്റ് എന്താണ്? 5 ആണ്. ഇനി അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 + 3 ഈസ് ഈക്വൽ ടു 8. ഇങ്ങനെയായിരിക്കും ഓരോ വെർട്ടീസസിൻ്റെയും നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. സോ സ്റ്റുഡൻസ്, ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ വീഡിയോസൊക്കെ ആവശ്യമാണെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഡിജിസ്ട്രാ അൽഗോരിതം എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഡ്രോബാക്സ്, ആപ്ലിക്കേഷൻസ്, എക്സാമ്പിൾ. സോ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.